കസ്തൂരി രംഗം കമ്മിറ്റി റിപ്പോർട്ട് ഏകപക്ഷീയമായി നടപ്പാക്കുന്നതിൽ പ്രതിഷേധിച്ച് LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ കോഴിക്കോട് ജില്ലയിൽ പൂർണ്ണം. ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും മാത്രമാണ് നിരത്തിലിറങ്ങിയത്. ഹർത്താൽ സമാധാനപരമായിരുന്നു. KSRTC ഉൾപ്പെടെയുള്ള പൊതുവാഹനങ്ങളും സർവീസ് നടത്തിയില്ല. ദീർഘദൂര യാത്ര കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലെത്തിയവരാണ് തുടർയാത്രയ്ക്കായുള്ള വാഹനങ്ങൾ ലഭിക്കാതെ ബുദ്ധിമുട്ടിയത്. കഴിഞ്ഞ 2 ദിവസമായി കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിലുണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് ശക്തമായ പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തിയിരുന്നു. പ്രധാന വ്യാപാര കേന്ദ്രങ്ങളായ മിഠായി തെരുവ്, വലിയങ്ങാടി, പാളയം, മാവൂർ റോഡ്, കോയൻകോ ബസാർ, ഗ്രാൻഡ് ബസാർ, മാളുകൾ എന്നിവിടങ്ങളിലെ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ഹോട്ടലുകളും തുറന്നു പ്രവർത്തിച്ചിരുന്നില്ല. ശബരിമല, എയർപോർട്ട്, വിവാഹം, മരണം എന്നിവ സംബന്ധിച്ചുള്ള വാഹനങ്ങൾ ഓടിയിരുന്നു. നഗരത്തിൽ ചുരുക്കം തട്ടുകടകളും പ്രവർത്തിച്ചു. പാവമണി റോഡിലെ സിവിൽ സപ്ലൈസ് പെട്രോൾ പമ്പ് തുറന്നു പ്രവർത്തിച്ചു. സർവകലാശാല പരീക്ഷകൾ മാറ്റിവെച്ചിരുന്നു. അവശ്യ സർവീസുകളായ ആശുപത്രി, പാൽപത്രം എന്നിവയെ ഹർത്താലിൽ നിന്നും നേരത്തെ ഒഴിവാക്കിയിരുന്നു. കസ്തൂരി രംഗം റിപ്പോർട്ട് മലയോര മേഖലയെ മാത്രമല്ല കേരളത്തിന്റെ സമ്പദ്ഘടനയെ തന്നെ ബാധിക്കും. നാണ്യവിളകൾ പ്രതിസന്ധിയിലാവുകയും ചെയ്യുമെന്ന് LDF നേതൃത്വം പറഞ്ഞു. കസ്തൂരി രംഗം റിപ്പോർട്ടിനെതിരെ UDF ചില ഘടകകക്ഷികളും പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്.